നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാധാരണ രാഷ്ട്രങ്ങൾക്കൊക്കെ സൈന്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു സൈന്യത്തിന് ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. ഇത് എൻ്റെ ചൊല്ലല്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പരിഹാസമോ എൻ്റെ തമാശയോ അല്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം UN അടക്കം ഇക്കാര്യം പറയുന്നത്, അല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം, ഇത് 2 ദിവസത്തെ പഴക്കമുണ്ട് ആ വാർത്തയ്ക്ക്, പക്ഷേ അതിൻ്റെ സ്ഥിരീകരണം ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മുങ്ങി. നോക്കൂ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ആ രാഷ്ട്രം ഉപേക്ഷിച്ച് പലായനം ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രാഷ്ട്രത്തലവൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നല്ലേ? ആരിൽ നിന്ന്? പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് എന്നാണ് അതിന് ഉത്തരം. എന്തായാലും ഷഹബാസ് ഷെരീഫ് 2 ദിവസം മുമ്പ് തന്നെ, ഏതാണ്ട് 3-4 ദിവസങ്ങളായി എന്നാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹം ആദ്യം ബഹ്റിനിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീട് ബ്രിട്ടനിലേക്കും. എന്താണ് അദ്ദേഹം ഇങ്ങനെ ബഹ്റിനിലേക്ക് പെട്ടെന്ന് പോകാനുള്ള കാരണം? എന്തെങ്കിലും പ്രത്യേക നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അടിയന്തര കരാറിൽ ഒപ്പുവെക്കാനുണ്ടോ? അതോ മറ്റെന്തെങ്കിലും രഹസ്യമായ ഒരു കൂടിക്കാഴ്ച ബഹ്റിൻ ഭരണാധികാരികളുമായിട്ട് നടത്തേണ്ടതുണ്ടോ? ഇതിനൊന്നും ഒരു ഉത്തരം പറയാൻ പാക് വിദേശകാര്യ മന്ത്രാലയത്തിനോ പാക് പാർലമെന്റിന്റെ വക്താവിനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഷഹബാസ് ഷെരീഫ് മുങ്ങി എന്നുള്ളത്. നവംബർ 29 പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സൈനിക തലവൻ, ഫീൽഡ് മാർഷൽ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്, പക്ഷേ ഒരു ഫെയിൽഡ് മാർഷലായ അസിം മുനീറിനെ സംയുക്ത സേനകളുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ഈ ഫീൽഡ് മാർഷൽ പദവി കൊടുത്ത് 5 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ സേവനം നീട്ടി നൽകുന്ന ഉത്തരവിൽ ഒപ്പുവെക്കേണ്ടതായിരുന്നു. ആ ഉത്തരവ് ഔദ്യോഗികമായി അസിം മുനീറിന് കൈമാറേണ്ടതായിരുന്നു ഷഹബാസ് ഷെരീഫ് എന്ന പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. പകരം വളരെ രഹസ്യമായി അദ്ദേഹം തന്ത്രപൂർവം ഇവിടെ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് മുങ്ങി. അദ്ദേഹം പൊങ്ങിയത് ബഹ്റിനിലാണ്. അപ്പോൾ എന്താണ് ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ മുങ്ങാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അദ്ദേഹം അസിം മുനീറിന് ഈ ഉത്തരവ്, ഫീൽഡ് മാർഷൽ, അതുപോലെ 5 വർഷത്തെ സർവീസ് നീട്ടി നൽകുന്നത് തുടങ്ങിയ ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കാതെ, അത് കൈമാറാതെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ബഹ്റിനിലേക്ക് പോയത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ കിട്ടേണ്ടത്. വളരെ ലളിതമായി പറഞ്ഞാൽ, തൻ്റെ മുൻഗാമികളുടെ അനുഭവം ഷഹബാസ് ഷെരീഫിനെ വിറകൊള്ളിക്കുന്നു. അദ്ദേഹം വല്ലാണ്ട് ഭയപ്പെടുന്നു. നവാസ് ഷെരീഫിന് എന്താണ് സംഭവിച്ചതെന്നറിയാം. ഇപ്പോൾ ഇമ്രാൻഖാന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നത് ഷഹബാസ് ഷെരീഫിനാണ്. അതുപോലെ തന്നെ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലം മുതലുള്ള ചരിത്രം, അവിടെ നടന്ന പട്ടാള അട്ടിമറികളുടെ കണക്കുകൾ ഒക്കെ, അതിൻ്റെ കഥകൾ ഒക്കെ, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, ഇതൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് നമ്മുടെ ഷഹബാസ് ഷെരീഫിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസിം മുനീറിൻ്റെ കൈകളിലേക്ക് അധികാരം അനിയന്ത്രിതമായി എത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ബോധവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസ് ഷെരീഫ് ജീവനും കയ്യിൽ പിടിച്ച് പാകിസ്ഥാനിൽ നിന്ന് മുങ്ങിയത്. അദ്ദേഹം തിരിച്ചെത്തിയേക്കും, പക്ഷേ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒക്കെ കനത്ത, ശക്തമായ, കരുത്തുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കണം. തൻ്റെ ജീവന് അപകടമൊന്നും ഉണ്ടാകില്ല. പട്ടാള അട്ടിമറി പാകിസ്ഥാനിൽ നടക്കില്ല. അസിം മുനീർ അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് അവകാശപ്പെടുന്ന ഭരണകൂടത്തിന് കീഴിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളും തുടങ്ങിയ ഉറപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം മടങ്ങി വരികയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോകുന്നത് തന്നെ അവിടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ചകൾ നടത്താനും തനിക്ക് പിന്തുണ ഉറപ്പാക്കാനുമാണ് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം, അസിം മുനീറിൻ്റെ കൈകളിലേക്ക് അധികാരം വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന്. ഇതുവരെ അസിം മുനീറിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കഥകൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, ആയുധമെടുക്കാതെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പയറ്റി അവിടുത്തെ ഭരണകൂടത്തെ തൻ്റെ വരുതിക്ക് നിർത്തിയ ഒരു സൈനിക മേധാവിയാണ്
വ്യക്തിയാണ് അസിം മുനീർ എന്ന് നമുക്കറിയാം. അദ്ദേഹം കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. കാശ്മീർ കഴുത്തിലെ പ്രധാനപ്പെട്ട ഞരമ്പാണ്, തലച്ചോറിനെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഞരമ്പാണ് കഴുത്തിലൂടെ പോകുന്ന വെയിൻ. ആ വെയിൻ അതുപോലെയാണ് ഞങ്ങൾക്ക് കാശ്മീർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാക് ഒക്കുപൈഡ് കാശ്മീരിനെ അസിം മുനീർ വിശേഷിപ്പിച്ചത് ആസാദ് കാശ്മീർ എന്നാണ്. പക്ഷെ ഇന്ന് ആ ആസാദ് കാശ്മീരിൽ എങ്ങനെയെങ്കിലും പാകിസ്ഥാന്റെ കൂലിപ്പട്ടാളം അവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞ് ജനം തെരുവിൽ പ്രക്ഷോഭത്തിലാണ്. എന്നാലും അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയോ പാക് ഒക്കുപൈഡ് കാശ്മീരിന്മേലുള്ള അവകാശവാദം പിൻവലിക്കുകയോ ചെയ്യില്ല. അത് കാശ്മീരിൻ്റെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ജമ്മു കാശ്മീർ ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 72 മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അവിടെ ഇന്ത്യയുടെ നികുതി, അതായത് GST എന്ന് പറയുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നികുതി, GST എന്ന നികുതി പരിഷ്കരണം, അത് POKയിലും ആപ്ലിക്കബിൾ ആണ്, അത് POKയ്ക്കും ബാധകമാണ് എന്ന് ജമ്മു കാശ്മീർ ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ട് 72 മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് അസിം മുനീറിന്റെ കാശ്മീരിന്മേലുള്ള അവകാശവാദത്തെ നാം പുനർവിചിന്തനം ചെയ്യേണ്ടത്, വിശകലനം ചെയ്യേണ്ടത്. എന്തായാലും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെ. വളരെ പൗരാണിക കാലം മുതൽ, അതിന് 5000-10000 വർഷത്തെ പഴക്കമൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ വരും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഷഹബാസ് ഷെരീഫ് വളരെ നിരാശനും ദുഃഖിതനുമാണ്. അദ്ദേഹത്തിന് അറിയാം തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന്. കാരണം ചാരസംഘടനയും പട്ടാളവും നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ്, ഭരണ സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളത്. എത്ര തവണ അവരുടെ ഭരണഘടന പൊളിച്ചെഴുതി പാകിസ്ഥാനിൽ. ഈ സൈനിക അട്ടിമറി നടക്കുമ്പോഴൊക്കെ ഭരണഘടനയ്ക്ക് നേരെ വാളോങ്ങുന്ന, ജനാധിപത്യത്തിൻ്റെ കഴുത്തറുക്കുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിൽ കണ്ടിട്ടുള്ളത്. അത് നമുക്കൊരിക്കലും, അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രത്തെയും അവിടുത്തെ സൈന്യത്തെയും അവിടുത്തെ ഈ ഭരണ സംവിധാനത്തെയും ഒന്നും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ അറബ് ലോകം, അറബ് രാഷ്ട്രങ്ങൾ ഷഹബാസ് ഷെരീഫിനൊപ്പമാണോ ഫെയിൽഡ് മാർഷൽ അസിം മുനീറിനൊപ്പമാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കൊടിയ ദാരിദ്ര്യവും ജനജീവിതം അതീവ ദുഷ്കരവുമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. പട്ടിണിയിൽ നിന്ന് കൊടും പട്ടിണിയിലേക്ക് പോകുന്ന, വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ച മൾട്ടിനാഷണൽ കമ്പനികൾ, പാകിസ്ഥാനിലേക്ക് വന്ന മൾട്ടിനാഷണൽ IT കമ്പനികൾ പാകിസ്ഥാൻ വിട്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ച, അവിടുത്തെ ബിസിനസ് ഉപേക്ഷിച്ച്, അവിടുത്തെ വ്യവസായം ഉപേക്ഷിച്ച് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും ഒക്കെ പരാജയപ്പെട്ട, സൈനികമായും വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ 72 മണിക്കൂർ പിന്നിടും മുമ്പ് ഇന്ത്യയുടെ DGMOയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ കാല് പിടിച്ച് കരഞ്ഞു കൂവി മാപ്പിരന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തിയ, അല്ലെങ്കിൽ കേണപേക്ഷിച്ച പാകിസ്ഥാനെ നമ്മൾ കണ്ടു. അങ്ങനെ സാമ്പത്തികമായും സൈനികമായും ഒക്കെ പരാജയപ്പെട്ട, നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ പരാജയപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒളിച്ചോടിയിരിക്കുന്നു തൻ്റെ സൈനിക തലവനെ ഭയന്ന്. ഇത്രമേൽ കേവലമാണല്ലോ ഈ രാഷ്ട്രം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ വന്നെത്തി നിൽക്കുന്നു. അവിടെ ഇപ്പോൾ സൈന്യത്തിന് മേധാവിയില്ല. കാരണം നിയമപ്രകാരം അസിം മുനീർ വിരമിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി തുടരാൻ കഴിയില്ല. അദ്ദേഹത്തിന് നീട്ടി നൽകുന്ന ഉത്തരവ് പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കുകയോ കൈമാറുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാഥനില്ലാത്ത, അച്ഛനില്ലാത്ത അവസ്ഥയിലാണ്. ഇനി ഭരണകൂടമാകട്ടെ പ്രധാനമന്ത്രി മുങ്ങിയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് പാക് ക്യാബിനറ്റ്.